ആദ്യമായി സൂചിപ്പിച്ച ദുആയുടെ അറബി രൂപവും അതിന്റെ ആഴത്തിലുള്ള അർത്ഥവും താഴെ നൽകുന്നു. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 114 വചനത്തിന്റെ ഭാഗമാണ്. ദുആ അറബിയിൽ റബ്ബി സിദ്നി ഇൽമൻ. ഉച്ചാരണം റബ്ബി സിദ്നി ഇൽമ. അർത്ഥം എന്റെ നാഥ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. വിശദീകരണം ഈ ചെറിയ പ്രാർത്ഥനയിൽ വലിയൊരു തത്വവും അർത്ഥവും അടങ്ങിയിട്ടുണ്ട്. 1. അല്ലാഹുവിന്റെ കൽപ്പന. അല്ലാഹു തന്റെ പ്രവാചകനോട് ഖുർആനിലൂടെ ആവശ്യപ്പെട്ട ഏക വർദ്ധനവ് അറിവിന്റേത്, നോളജ് മാത്രമാണ്. സമ്പത്തോ പദവിയോ വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പറയുന്നതിനു പകരം അറിവിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അറിവിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. 2. വിനയം. എനിക്ക് എല്ലാം അറിയാം എന്ന ഭാവത്തിനു പകരം എനിക്ക് ഇനിയും അറിവ് വേണം എന്ന വിനയമാണ് ഈ ദുആയിലൂടെ പ്രകടമാകുന്നത്. 3. എല്ലാത്തരം അറിവും. ഇത് മതപരമായ അറിവ് മാത്രമല്ല, ജീവിതത്തിന് ഉപകാരപ്രദമായ ശാസ്ത്രം, സാങ്കേതികവിദ്യ, തൊഴിൽപരമായ അറിവ് തുടങ്ങി എല്ലാ നല്ല അറിവുകളെയും ഉൾക്കൊള്ളുന്നു. 4. ഓർമ്മശക്തിയും അറിവും. അറിവ് ലഭിക്കണമെങ്കിൽ അത് ഓർത്തെടുക്കാനുള്ള കഴിവും, മെമ്മറി ആവശ്യമാണ്. അതിനാൽ അറിവ് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂടി അതിൽ ഉൾപ്പെടുന്നു. പഠിക്കുന്നതിനു മുൻപും അല്ലാഹുവിനോട് സംസാരിക്കുമ്പോഴും ദുആ ചെയ്യുമ്പോഴും ഏറ്റവും ലളിതമായി ചൊല്ലാൻ കഴിയുന്ന ഒന്നാണിത്. അറിവ് നേടുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇബാദത്ത്, ആരാധന കൂടി.